വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള ബജറ്റ് പ്രഖ്യാപനത്തിൽ അഴിമതി ആരോപിച്ച പ്രതിപക്ഷം. മദ്യക്കമ്പനിയായ ബക്കാഡിയുടെ അപേക്ഷ സ്വീകരിച്ച് അതിവേഗത്തിലാണ് തീരുമാനം വന്നതെന്നും അഴിമതിക്ക് വേണ്ടിയാണ് ഇതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. ബക്കാഡി കമ്പനി എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ആണ് ഈ തീരുമാനമെടുത്തത്. റെക്കോർഡ് വേഗത്തിൽ ഇതിന്റെ ഫയൽ മൂവ്മെന്റ് നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നേക്കുന്ന കാര്യം. വളരെ പെട്ടെന്ന് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ഫയൽ ജമ്പ് ചെയ്ത് പോയി. അപ്പോൾ ഇതിനകത്ത് നേരിട്ട് ഈ കാര്യങ്ങളിൽ തൊട്ടുമുമ്പ് ധനകാര്യമന്ത്രി എന്ന നിലയിൽ നികുതി വകുപ്പിന്റെ കൂടി ചുമതലയുള്ള ഒരാളെന്ന നിലയിൽ എനിക്കറിയാം ഇക്കാര്യം എന്തുകൊണ്ടാണ് ഇതുവരെ കേരളത്തിൽ കച്ചവടം നടക്കാൻ പറ്റാതിരുന്നത്. മദ്യം നേരത്തെ ഉണ്ട്. ഈ മദ്യത്തിന് കേരളത്തിൽ വിൽക്കുന്നതിനൊന്നും ഒരു തടസ്സമില്ലല്ലോ. വീര്യം കുറഞ്ഞ ഒരു കാറ്റഗറി മദ്യം പുതുതായിട്ട് കൊണ്ടുവരാനായിട്ട് ഇവർ തീരുമാനിച്ചു. ആദ്യം പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ നിയമസഭയിലാണ് ആരോപണം ഉന്നയിച്ചതെങ്കിലും ഭരണപക്ഷത്തു നിന്ന് ആവശ്യമുയർന്നതിന് പിന്നാലെ സഭാരേഖകളിൽ നിന്ന് ആരോപണം നീക്കി. ചട്ടം ലംഘിച്ചാണ് പ്രതിപക്ഷം സഭയിൽ അഴിമതി ആരോപണം ഉന്നയിച്ചതെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. അല്ല, അതിനുള്ള മറുപടി മുഖ്യമന്ത്രി മറുപടി പ്രസംഗത്തിൽ പറയുമല്ലോ. റൂൾസ് ഓഫ് പ്രൊസീജിയർ അനുസരിച്ച് 10 വർഷം മുഖ്യമന്ത്രിയായിരുന്ന ആളല്ലേ ബഹുമാനായ പ്രതിപക്ഷ നേതാവ്. ഒരിക്കലും റൂൾ 50-ക്കകത്ത് അഴിമതി ആരോപണം ഉന്നയിക്കാൻ പറ്റില്ല. റൂൾ 50-ക്കകത്ത് ഏതെല്ലാം അനുവദിക്കേണ്ടതെന്ന് തീരുമാനിക്കേണ്ട സ്പീക്കറാണ്. അപ്പോൾ സ്പീക്കറുടെ അനുമതി ഇല്ലാതെ അദ്ദേഹം ഇത് ഉന്നയിച്ചത് തന്നെ ശരിയായില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.